ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Redmi 8A വേഴ്സസ് Redmi 8 സ്പീഡ് ടെസ്റ്റ് ആണ്. ഏത് ഫോണായിരിക്കും ഒന്നാമതെത്തുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഉള്ളതെന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ് 2 റൗണ്ട് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ആപ്സ് മാത്രമാണ് തുറന്നു നോക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ തുറന്നു നോക്കുന്നത്. 2 ഫോണിൻ്റെയും റീസെൻറ്റ് ആപ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 1 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് Redmi 8 പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം 1 മിനിറ്റും 28 സെക്കൻഡ് കൊണ്ടാണ് Redmi 8 ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഏത് ഫോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. മൂന്ന് മിനിറ്റും 13 സെക്കൻഡ് കൊണ്ട് Redmi 8 ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 2 മിനിറ്റ് 36 സെക്കൻഡ് കൊണ്ടാണ് Redmi 8 പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് Redmi 8 ആണ്. നല്ല പെർഫോമൻസ് ആണ് Redmi 8 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റൻസീവ് അപ്ലിക്കേഷൻസ് കൂടി ആർക്കാണ് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 4 മിനിറ്റും 7 സെക്കൻഡ് കൊണ്ട് റെഡ്മി 8 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റെഡ്മി 8 4 മിനിറ്റും 3 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റ് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഫോണാണ് ബെറ്ററായിട്ട് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. റെഡ്മി 8 8 മിനിറ്റും 15 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം റെഡ്മി 8 7 മിനിറ്റും 31 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് രണ്ട് ഫോണിന് കാണുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും റെഡ്മി 8 തന്നെയാണ് ഇവിടെ വരെ വിജയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെ റീബൂട്ടിംഗ് ടൈം കൂടി നോക്കാം. മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് റെഡ്മി 8 റീബൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. റെഡ്മി 8ൻ്റെ റീബൂട്ടിംഗ് ടൈം 31 സെക്കൻഡാണ്. 1 സെക്കൻഡിൻ്റെ വേരിയേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇവിടെ വിജയിച്ചിരിക്കുന്നത് റെഡ്മി 8 തന്നെയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗീവ് അവേകളിൽ പങ്കെടുക്കുക, നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.